ഹലോ ഗൈസ്, ബുക്ക് റിവ്യൂവിൻ്റെ 27ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് കൊച്ചു നിരാണ്ടൻ എന്ന ബുക്കാണ്. ഇത് ഈ ഒരു ബുക്കിലത്തെ ഈ ഒരു കുഞ്ഞിക്കൂനും കൊച്ചു നിരാണ്ടനും എന്ന് പറയാനുള്ള ഈ ബുക്കിലത്തെ ചെറിയൊരു ഭാഗമാണ്, അല്ലെങ്കിൽ ചെറിയൊരു കഥയാണ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന പി നരേന്ദ്രനാഥ് എന്ന റൈറ്റർ എഴുതിയിട്ടുള്ള 4 ഫേമസ് ആയിട്ടുള്ള ബാഗ് നോവൽസ് ഒറ്റ ബുക്കിലാക്കിയൊരു സമാഹാരമായിട്ട് ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉള്ളതെന്ന് പറയുന്നത് 4 കഥകളാണ്. കുഞ്ഞിക്കൂനൻ, കുറുമ്പൻ കുഞ്ഞുണ്ണി, ഇത്തിരി കുഞ്ഞൻ, കൊച്ചു നിരാണ്ടൻ എന്നിങ്ങനെയുള്ള 4 കഥകൾ. അപ്പോൾ ഇത്തിരി കുഞ്ഞൻ എന്ന് പറയുന്ന ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കുഞ്ഞിക്കൂനൻ്റെ റിവ്യൂ നാളെ മറ്റന്നാളങ്ങാനായിട്ട് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാമ്പഴം ബുക്സാണ്. DC ബുക്സിൻ്റെ മറ്റൊരു മുദ്രണമാണ് ഈ മാമ്പഴം ബുക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 260 രൂപയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടും കിട്ടുമായിരിക്കും. കൊച്ചു നിരാണ്ടൻ എന്ന് പറയുന്ന ഈ കഥ മാത്രമായിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിനെ വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. വളരെയധികം സിമ്പിളായുള്ള റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റിയൊരു ബുക്കാണിത്. മാത്രമല്ല ഇതിൽ ആകെ കൂടി 9 അധ്യായങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് വളരെയധികം എൻ്റർടൈനിങ് ആയിട്ടാണ് ഈ ബുക്ക് പോകുന്നത്, അല്ലെങ്കിൽ കൊച്ചു നിരാണ്ടൻ്റെ ഈ കഥ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നേരം പോക്കിനൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയ ഒരു കഥയാണെന്ന് പറയുന്നത്. എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ഒരു എൻഡിങ്ങൊക്കെ വളരെയധികം ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്, പക്ഷേ എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ വളരെയധികം ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫ്ലോ ഒക്കെ പോയി ഒരു ഇമോഷണലായിട്ടൊക്കെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഇമോഷനൊന്നും നമുക്ക് കണക്റ്റ് ആവാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എൻഡിങ് എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. എന്തോ ഒരു പൂർണ്ണമാവാത്ത പോലെയാണ് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെയധികം മികച്ചൊരു കഥ തന്നെയാണ്. എൻ്റർടൈൻമെൻറ്റിന് നിങ്ങൾക്ക് വായിച്ചിരിക്കാം. ഈ കഥയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.8 ഔട്ട് ഓഫ് 10 ആണ്. ഇതൊക്കെയാണ് ഈ ബുക്കിനെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും